ഡിയർ ഫ്രണ്ട്സ്, കെമിസ്ട്രി ബിറ്റ്സ് ചാനൽ വ്യൂവേഴ്സിനോട് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് അറിയിക്കാനുള്ളത്. ഡിസംബർ 16 രാത്രിയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. S5 സെമസ്റ്റർ PSc കെമിസ്ട്രി S5 സെമസ്റ്ററിലുള്ള ഒരു കുട്ടിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഈ ചാനൽ വ്യൂ ചെയ്തവർക്ക്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വ്യൂ ചെയ്തവർക്ക് മനസ്സിലാകും. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അതിൽ തന്നെ മെറ്റൽ കാർബണൈൽസ്, അവരുടെ ബോണ്ടിങ്, പിന്നെ ബാക്ക് ബോണ്ടിങ്, അതുപോലെ തന്നെ 3D ട്രാൻസിഷൻ സീരീസ്, ഇങ്ങനെ കുറേ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ 18 ഇനോർഗാനിക് എക്സാം ആയിരുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എങ്കിലും 18 പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിലൂടെ അറ്റാച്ച് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. 18 ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ, കേരള യൂണിവേഴ്സിറ്റിയുടെ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് U2414 ആണ്. ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ CBCSSലാണ് വന്നത്. 5th സെമസ്റ്റർ ഇനോർഗാനിക് കെമിസ്ട്രി പേപ്പറാണ്. അതിൽ സെക്ഷൻ എയിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്മ ബോണ്ടഡ് ഓർഗാനോ മെറ്റാലിക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ സീരീസ്, ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 3D ട്രാൻസിഷൻ സീരീസ്. ദെൻ മെറ്റൽ പ്രസൻറ്റ് ഇൻ മയോഗ്ലോബിനിലെ മെറ്റൽ ഏതാണ്, ഫെറസ് അയൺ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ സ്ട്രക്ചർ ഓഫ് സൈറ്റോക്രോം, സെക്ഷൻ ബിയിലെ 2 മാർക്ക് ക്വസ്റ്റ്യന് സൈറ്റോക്രോംസ് ചോദിച്ചു. 14 ക്വസ്റ്റ്യൻ 18 ഇലക്ട്രോൺ റൂളായിരുന്നു. 17 ക്വസ്റ്റ്യൻ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ഈ വീഡിയോ ഞാൻ എക്സാം ഡേറ്റിലാണ് അപ്ലോഡ് ചെയ്തത്. ആക്ച്വലി ആ സമയം കിട്ടിയില്ല. ദെൻ ആ മെറ്റൽ കാർബണൈൽസിനെ, നിക്കൽ കാർബണൈലിനെ ബേസ് ചെയ്തിട്ടുള്ള മോൺസ് പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബയോകെമിക്കൽ ഫങ്ഷൻസ് ഓഫ് മയോഗ്ലോബിൻ, ബോഡിയിൽ മയോഗ്ലോബിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്സിജൻ ക്യാരിയിങ്ങിൽ എങ്ങനെയാണെന്നുള്ള അതിനെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ദെൻ സെക്ഷൻ സിയിൽ ക്വസ്റ്റ്യൻ 4 മാർക്സ് ക്വസ്റ്റ്യനിൽ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്, അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാക്ക് ബോണ്ടിങ് ആണ്. അത് നമ്മൾ അയൺ സയനൈഡ് അല്ലെങ്കിൽ അയൺ കാർബണൈൽ ഇങ്ങനെയുള്ള ലിഗാൻഡുകൾ ബാക്ക് ബോണ്ടിങ് സൈനർജിക് ഇഫക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ